ഉത്തർപ്രദേശിലെ റാംപൂരിൽ നിന്ന് ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഉത്തർപ്രദേശിലെ റാംപൂരിൽ ഇമാം ഉൾപ്പെടെ 9 പേരെ ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. റാംപൂരിൽ ഇവർ ഇഫ്താറിന് വേണ്ടി ആഹ്വാനം ചെയ്തത് കോളാമ്പി വഴിയാണ്, അല്ലെങ്കിൽ അവിടെ നിരോധിച്ചിരിക്കുന്ന കോളാമ്പി വഴിയാണ് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. പുതിയ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ഇവർ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാണ് അവിടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിച്ചത്. ഉത്തർപ്രദേശിലെ റാംപൂർ പട്ടണത്തിൽ ഒരു പ്രാദേശിക പള്ളിയിലാണ് ഇഫ്താർ സമയം ഉച്ചഭാഷിണിയിലൂടെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒരു ഇമാം ഉൾപ്പെടെ 9 മുസ്ലിങ്ങൾ അടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ അനധികൃതമായി ധാരാളം കോളാമ്പികൾ, ഉച്ചഭാഷണികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് തന്നെ 2500 പള്ളികളിൽ നിന്ന് കോളാമ്പികൾ പിടിച്ചെടുത്ത് സ്കൂളുകൾക്ക് കൊടുക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഈ പള്ളികൾ ഉപയോഗിക്കുന്ന കോളാമ്പികൾ, ഉച്ചഭാഷണികൾ ഇത്ര ഡെസിബലിൽ താഴെ ആയിരിക്കണം എന്ന് കൃത്യമായി യോഗി ആദിത്യനാഥ് അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശമെല്ലാം അവഗണിക്കുന്ന പള്ളികളിലെ ഉച്ചഭാഷണികളാണ് പിടിച്ച് സ്കൂളുകളിൽ അനൗൺസ്മെന്റിലായിട്ട് യോഗി ആദിത്യനാഥ് കൊടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശിലെ റാംപൂരിൽ ഉച്ചഭാഷണിയിലൂടെ ഇപ്പോൾ ഇഫ്താർ സമയം അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇമാമിനെയും മറ്റ് 8 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. മാർച്ച് 2 ഞായറാഴ്ച തണ്ട പോലീസ് സ്റ്റേഷനിലെ സയ്യിദ് നഗർ ചൌക്കി പ്രദേശത്തിന് കീഴിലുള്ള മനക്പൂർ ബജാരിയ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രദേശത്ത് പുതിയ ഇസ്ലാമിക പാരമ്പര്യം നടപ്പിലാക്കുന്നു എന്ന് ആരോപിച്ച് ഇതിനെ എതിർത്തുകൊണ്ട് ഹിന്ദുത്വ സംഘടനാ അംഗങ്ങൾ നടത്തിയ പ്രചാരണത്തെ തുടർന്നാണ് ഈ മുസ്ലിം സംഘത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പല ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പോലീസിൽ പരാതിയും എത്തിയിട്ടുണ്ട്. റംസാൻ മാസത്തിൽ സൂര്യാസ്തമയ സമയത്ത് നോമ്പ് തുറക്കാൻ മുസ്ലിങ്ങൾ കഴിക്കുന്ന വൈകുന്നേര ഭക്ഷണമാണ് ഇഫ്താർ എന്ന് പറയുന്നത്. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഇവർ നോയമ്പെടുത്ത ശേഷം വൈകുന്നേരം ഇവർ ഭക്ഷണം കഴിച്ച് അത് അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ അതിലൊരു സമയമുണ്ട്. ആ സമയമാണ് ഈ കോളാമ്പിയിലൂടെ അല്ലെങ്കിൽ ഈ ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറയുന്നത്. പക്ഷേ അതിന് ഡെസിബിൾ കുറച്ച് ഉച്ചഭാഷണി വച്ചാൽ മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഇവിടെ 20 മുസ്ലിം കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ ഗ്രാമത്തിൽ 20 മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള, ഈ ബജാരിയ ഗ്രാമത്തിൽ അങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ 20 മുസ്ലിങ്ങളുടെ അസിസ്റ്റൻസ് മാത്രമാണ് ഈ പള്ളി ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഉച്ചഭാഷണി വെച്ച് വലിയ രീതിയിലുള്ള വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു. മാധ്യമ റിപ്പോർട്ട് പ്രകാരം ഇഫ്താർ പ്രഖ്യാപനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അവിടെ വലിയ ജനക്കൂട്ടം തന്നെ അണിനിരന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് കണ്ടുകൊണ്ട് അവിടെ പോലീസ് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രാദേശിക അധികാരികൾ സംഭവ സ്ഥലത്ത് കുതിച്ചു പാഞ്ഞെത്തി വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങളും, അതായത് അവിടെയുള്ള ജനക്കൂട്ടം ഉന്നയിച്ച പല ആവശ്യങ്ങളും പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു ഹിന്ദുത്വ ഫാസിസമാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ അംഗങ്ങളുടെ വിദ്വേഷ പ്രചരണമാണ് എന്ന് പറഞ്ഞ് അവിടെയുണ്ട്. ഒരു പിടി മുസ്ലിം യുവാക്കളും മുസ്ലിം കുടുംബങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇഫ്താർ പ്രഖ്യാപനം ഒരു പുതിയ പാരമ്പര്യമാണ് ഇവിടെ എന്നാണ് അവിടെയുള്ള ഹിന്ദുക്കൾ പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് നേരെ അണിനിരന്ന ജനങ്ങൾ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പാരമ്പര്യമില്ല, ഇപ്പോൾ പുതിയതായി ഒരു പാരമ്പര്യം ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇമാമിനെയും ബാക്കി 8 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.